Hello friends, Assalamu alaikum. Welcome back to Jashi's Cookbookലേക്ക് എല്ലാവർക്കും സ്വാഗതം. നോമ്പും പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ട് മീൻ ഇറച്ചിയല്ലാതെ വെജിറ്റബിൾ കറി കുറച്ച് വ്യത്യസ്തമായി കഴിക്കണം എന്നുള്ളവർക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന നല്ലൊരു കറി റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. ചേന കൊണ്ടാണ് നമ്മൾ ഇന്ന് ഈ കറി ഉണ്ടാക്കുന്നത്. വെണ്ടയ്ക്ക, ഉരുളൻകിഴങ്ങ്, കടച്ചക്ക, കോളിഫ്ലവർ ഒക്കെ വെച്ചിട്ട് നമുക്ക് ഈ സെയിം മെത്തേഡിൽ കറി ഉണ്ടാക്കാം. ചേന കൊണ്ടുള്ള എന്റെ 4ാമത്തെ റെസിപ്പിയാണ് കേട്ടോ ഇത്. മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുള്ള വെജിറ്റബിൾ കറികളുടെയും പിന്നെ ചേന റെസിപ്പികളുടെയും എല്ലാം ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ ഒന്ന് കണ്ടു നോക്കാട്ടോ. അപ്പൊ ഇനി നമുക്ക് റെസിപ്പി നോക്കാം അല്ലേ. അതിനു മുന്നേ എന്നും പറയുന്ന പോലെ തന്നെ എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഇനിയും ഒരുപാട് വെജും നോൺ വെജ് ആയിട്ടുള്ള ഈസി റെസിപ്പികൾ ജാഷീസ് കുക്കിലൂടെ കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒപ്പം ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ ഒന്നുപോലും മിസ്സാതെ കാണാനായി ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്തിട്ടുണ്ടെന്ന് ഒന്ന് ഉറപ്പുവരുത്താട്ടോ. കറി പെട്ടെന്ന് റെഡിയാവാനായിട്ട് നമ്മളിന്ന് കുക്കറിലാണ് കറി ഉണ്ടാക്കുന്നത്. അപ്പൊ നമുക്ക് ആദ്യം കുക്കറിൽ ചേന ഒന്ന് വേവിച്ചെടുക്കാം. അതിനായിട്ട് ഞാൻ 1/2 കിലോ ചേന തൊലിയൊക്കെ കളഞ്ഞ് ക്ലീൻ ആക്കി ക്യൂബ്സ് ആക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2.5 കപ്പോളം വെള്ളവും ആവശ്യത്തിന് ഉപ്പും പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നമുക്ക് 2 വിസിൽ വരുന്നത് വരെ ചേന ഒന്ന് വേവിക്കാം. കുക്കറിലല്ല കറി വെക്കുന്നതെങ്കിൽ കറി വെക്കാൻ ഉദ്ദേശിക്കുന്ന പാത്രത്തിൽ അത്യാവശ്യം നന്നായി തന്നെ ചേന വേവിച്ചെടുക്കാം. ചേന വെന്തു വരുന്ന സമയം കൊണ്ട് നമുക്ക് കറിയിലേക്കുള്ള തേങ്ങ ഒന്ന് വറുത്തെടുക്കണം. അതിനായി ഞാൻ 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. തേങ്ങ തരി പോലും ചേർക്കാതെയുള്ള ചേനക്കറി റെസിപ്പിക്കായി ഡിസ്ക്രിപ്ഷൻ ബോക്സ് മറക്കാതെ ഒന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. ഇതിലേക്ക് നമുക്ക് 5-6 ചുവന്നുള്ളി അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് തേങ്ങ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി നല്ല ക്രിസ്പി ആയി വരുന്നത് വരെ ഒന്ന് വറക്കാം. ഇപ്പൊ തേങ്ങ അത്യാവശ്യം കളറൊക്കെ ചേഞ്ച് ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർക്കാം. 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, പിന്നെ വളരെ കുറച്ച് മഞ്ഞൾപ്പൊടി കൂടെ ചേർക്കാം. മഞ്ഞൾപ്പൊടി നമ്മൾ ചേന വേവിക്കുമ്പോൾ ചേർത്തിട്ടുള്ളത് കൊണ്ട് 1/4 ടീസ്പൂണിനേക്കാളും കുറവ് ചേർത്താൽ മതി ട്ടാ. പൊടികളൊന്ന് മൂപ്പായി വരുന്നത് വരെ നമുക്കിതൊന്ന് വറുക്കാം. അതിനുശേഷം ഫ്ലെയിം ഓഫാക്കി ഇത് ചൂടാറാൻ വേണ്ടി വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് കറിയിലേക്കുള്ള പുളി 1 കപ്പ് വെള്ളം ചേർത്തൊന്ന് പിഴിഞ്ഞെടുക്കാം. പുളിക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ തക്കാളി എടുക്കാം ട്ടാ. ചേനപ്പ ആവശ്യത്തിന് വെന്ത് വന്നിട്ടുണ്ട്. പിഴിഞ്ഞ പുളി നമുക്കിതിലേക്ക് ചേർക്കാം. തക്കാളിയാണ് എടുക്കുന്നതെങ്കിൽ മീഡിയം സൈസിലുള്ള നല്ല പഴുത്ത തക്കാളി ചേന വേവിക്കാൻ വെക്കുന്നതിന്റെ കൂടെ ചേർക്കാം. തക്കാളി ആയാലും പുളി ആയാലും കൂടുതലായി പോകണ്ട ട്ടാ. നല്ല പുളിയായി പോയാൽ ഈ കറി അത്ര നന്നായിരിക്കില്ല. ഇനി പുളിയും തക്കാളിയും ഒന്നും ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. കറിക്ക് ചെറുതായിട്ട് പുളിരസം വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് ചേർത്താൽ മതി. ഇപ്പൊ കറി തിളച്ചു വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വറുത്തു വെച്ചിരിക്കുന്ന തേങ്ങ ചൂടാറിയതിനു ശേഷം അരയ്ക്കാൻ പാകത്തിന് വെള്ളമൊഴിച്ച് നന്നായി ഒന്ന് അരച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കറിയിൽ എത്രയാണ് ഗ്രേവി വേണ്ടത് അതിനാവശ്യമായിട്ടുള്ള വെള്ളം കൂടെ മിക്സിയിൽ ഒഴിച്ച് ഒന്ന് കുലുക്കിയതിനു ശേഷം ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ തേങ്ങ അരച്ചതിന്റെ കുറെ ഭാഗം മിക്സിയിൽ അങ്ങനെ വേസ്റ്റ് ആയി പോകും. ഇനി നമുക്ക് കറി നന്നായി ഒന്ന് തിളപ്പിച്ച് ചെറുതായി ഒന്ന് കുറുക്കിയെടുക്കാം. ഉപ്പ് നമ്മൾ ചേന വേവിക്കുമ്പോൾ മാത്രം ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഉപ്പ് നോക്കിയിട്ട് പോരാത്തത് ഇപ്പൊ ചേർത്ത് കൊടുക്കാം. ഇപ്പൊ കറി നന്നായി തിളച്ച് അത്യാവശ്യം കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയതിനു ശേഷം കറി തൂമിക്കാൻ വേണ്ടി കുറച്ച് ചേരുവകളൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിനായിട്ട് പാൻ ചൂടാക്കി ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. വെളിച്ചെണ്ണ ചൂടായാൽ കടുക് ചേർത്ത് പൊട്ടിക്കാം. കടുക് പൊട്ടി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് 2 നുള്ളു ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവ മൂപ്പായി വന്നാൽ 5 ചുവന്നമുളക് ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തത്, കുറച്ച് കറിവേപ്പില, പിന്നെ ചുവന്നുള്ളി ഒരു 5-6 എണ്ണം കൂടെ അരിഞ്ഞത് ചേർത്ത് ഇത് നന്നായി ഒന്ന് മൊരിയിച്ചെടുക്കാം. ഇപ്പൊ ചുവന്നുള്ളിയൊക്കെ ചെറുതായി മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫാക്കി നമുക്കിത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കാം. കറിയിലെ ഉപ്പും എരിവും പുളിയൊക്കെ ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടി വേണമെങ്കിൽ ചെറിയൊരു കഷ്ണം ശർക്കര കൂടെ ലാസ്റ്റ് ചേർത്ത് കൊടുക്കാം ട്ടോ. അപ്പൊ നമ്മുടെ ചേനക്കറി ഇവിടെ റെഡിയായി. ചോറിലേക്ക് മാത്രമല്ല ചപ്പാത്തിയിലേക്ക് ഈ കറി നല്ല ടേസ്റ്റ് ആണ്. അപ്പൊ ഉറപ്പായൊന്നും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയർ ഒക്കെ ചെയ്യാൻ മറക്കണ്ട ട്ടോ. വീഡിയോനെ പറ്റിയുള്ള അഭിപ്രായം കമന്റായി തന്നെ അറിയിക്കുക. അപ്പൊ ഇൻഷാ അല്ലാഹ് ഇനി ഇതുപോലെയുള്ള ഈസിയും ടേസ്റ്റിയും വെറൈറ്റിയും ആയിട്ടുള്ള റെസിപ്പിയുമായി അടുത്ത വീഡിയോയിലൂടെ കാണുന്നതുവരേക്കും ബൈ. അസ്സലാമു അലൈക്കും.